ഭാരതവർഷം കണ്ട ഏറ്റവും വലിയ ഇതിഹാസമാണ് മഹാഭാരതം. ആ ധർമ്മയുദ്ധഭൂമിയിൽ സത്യത്തിന്റെ വെളിച്ചമായി ധർമ്മത്തിന്റെ മൂർത്തി ഭാവമായി ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് യുധിഷ്ഠിരൻ. 5 പാണ്ഡവരിൽ മൂത്തവനായ അദ്ദേഹം ലോകമെങ്ങും അറിയപ്പെട്ടത് ധർമ്മപുത്രൻ അഥവാ ധർമ്മനന്ദനൻ എന്ന പേരിലായിരുന്നു. കാരണം മറ്റൊന്നുമല്ലായിരുന്നു, സാക്ഷാൽ ധർമ്മദേവൻ, അതായത് യമരാജന്റെ അംശമായിരുന്നു അദ്ദേഹം. ചന്ദ്രവംശത്തിലെ രാജാവായിരുന്ന പാണ്ഡു ഒരു ശാപം കാരണം രാജ്യഭാരം ഉപേക്ഷിച്ച് ഭാര്യമാരായ കുന്തിക്കും മാന്ത്രിക്കുമൊപ്പം വനത്തിൽ കഴിയുകയായിരുന്നു. ആ കാലത്താണ് കൗരവരുടെ മാതാവായ ഗാന്ധാരി ഗർഭവതിയാണെന്ന വാർത്ത കുന്തി അറിയുന്നത്. കുരുവംശത്തിന് താനും ഒരു അവകാശിയെ നൽകണമെന്ന ആഗ്രഹം ആ മാതാവിന്റെ മനസ്സിലുണർന്നു. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി നൽകിയ പുത്രസിദ്ധി മന്ത്രത്തെക്കുറിച്ച് കുന്തി ഓർത്തു. ആ വരം വഴി മനസ്സിൽ ധ്യാനിക്കുന്ന ഏത് ദേവനും ഒരു പുത്രനെ നൽകും. കുന്തി ആദ്യമായി മനസ്സിൽ ധ്യാനിച്ചത് ലോകത്തിന്റെ ആധാരമായ ഏറ്റവും ശ്രേഷ്ഠനായ ധർമ്മദേവനെയായിരുന്നു, അതായത് യമദേവൻ. ധർമ്മത്തെ വിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാത്ത സത്യസന്ധനായ ഒരു പുത്രനെ എനിക്ക് ലഭിക്കണം എന്നതായിരുന്നു ആ മാതാവിന്റെ ആഗ്രഹം. അങ്ങനെയിരിക്കെ വനത്തിലെ ആശ്രമത്തിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ കുന്തി ഒരു തേജസ്വിയായ ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ് ഭൂമിയിൽ പിറന്ന നിമിഷം ആകാശത്ത് ഒരു ദിവ്യമായ ശബ്ദം, അതായത് അശരീരി മുഴങ്ങി. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ കുഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മനിഷ്ഠനായിരിക്കും. ഇവൻ യുധിഷ്ഠിരൻ എന്ന നാമത്തിൽ അറിയപ്പെടും. സത്യവും നീതിയും കൈവിടാതെ ധർമ്മത്തെ മുറുകെ പിടിച്ച് ലോകത്തെ ഭരിക്കുന്ന ഒരു വീരനായ രാജാവായി ഇവൻ മാറും. ആ പ്രവചനം സത്യമായി. യുദ്ധത്തിൽ മനസ്സുറച്ചവൻ എന്ന അർത്ഥത്തിൽ യുധിഷ്ഠിരൻ എന്നും ശത്രുക്കൾ ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ അജാത ശത്രു എന്നും അദ്ദേഹം അറിയപ്പെട്ടു. തന്റെ ജീവിതത്തിൽ ഉടനീളം യുധിഷ്ഠിരൻ ഈ ധർമ്മനിഷ്ഠ കാത്തു സൂക്ഷിച്ചു. ഇന്ദ്രപ്രസ്ഥം ഭരിച്ചപ്പോഴും ചൂതുകളിയുടെ കെണിയിൽ വീണപ്പോഴും 12 വർഷത്തെ വനവാസത്തിലും ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടന്ന ധർമ്മയുദ്ധത്തിലും സത്യം, നീതി, ക്ഷമ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ. ചില സന്ദർഭങ്ങളിൽ മനുഷ്യ സഹജമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ധർമ്മത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ ധാർമ്മികമായ തീരുമാനങ്ങളാണ് പലപ്പോഴും പാണ്ഡവ വിജയത്തിന് കാരണമായത്. യുദ്ധത്തിനൊടുവിൽ ഹസ്തിനപുരിയുടെ ചക്രവർത്തിയായ അദ്ദേഹം നീതിയുടെയും ധർമ്മത്തിന്റെയും ഭരണം കാഴ്ചവെച്ചു. ജീവിതാവസാനം മഹാരാജാക്കന്മാർ അവരുടെ ഭൗതികമായ കടമകൾ പൂർത്തിയാക്കി സഹോദരങ്ങളോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ യാത്രയിൽ ഓരോ സഹോദരന്മാരും ഓരോ കാരണങ്ങളാൽ തളർന്നു വീണു. എന്നാൽ യുധിഷ്ഠിരൻ മാത്രം തളർന്നിരുന്നില്ല. ഒരു നായ അദ്ദേഹത്തെ അനുഗമിച്ചു. ഒടുവിൽ ദേവേന്ദ്രൻ സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ തനിക്കൊപ്പം വന്ന നായയെ പുറത്താക്കിയാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശനം നൽകൂ എന്ന് ദേവേന്ദ്രൻ അറിയിച്ചപ്പോൾ യുധിഷ്ഠിരൻ ഉറച്ച മനസ്സോടെ പറഞ്ഞു: ദേവന്മാരുടെ രാജാവേ, എന്നോടൊപ്പം വന്ന ഈ നായ എനിക്ക് തുല്യനാണ്. കഷ്ടപ്പാടിൽ എന്നെ അനുഗമിച്ച ഒരൊറ്റ ജീവിയെയും ഉപേക്ഷിച്ച് എനിക്ക് സ്വർഗം വേണ്ട. ധർമ്മം ഉപേക്ഷിച്ച് ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. യുധിഷ്ഠിരന്റെ ആ വാക്ക് കേട്ട നായയുടെ രൂപം മാറി. സാക്ഷാൽ ധർമ്മദേവനായിരുന്നു അത്. ധർമ്മത്തിന്റെ മൂർത്തി ഭാവമായ യുധിഷ്ഠിരന്റെ അചഞ്ചലമായ സത്യസന്ധത പരീക്ഷിക്കാനാണ് യമരാജൻ നായയുടെ രൂപത്തിൽ അദ്ദേഹത്തോടൊപ്പം വന്നത്. സ്വന്തം ശരീരം ഉപേക്ഷിക്കാതെ ശരീരത്തോടെ സ്വർഗാരോഹണം ചെയ്യാൻ സാധിച്ച ഒരേയൊരു പാണ്ഡവൻ യുധിഷ്ഠിരൻ മാത്രമായിരുന്നു. കാരണം അദ്ദേഹം ധർമ്മത്തെ ഒരിക്കലും കൈവിട്ടിരുന്നില്ല. അതുകൊണ്ട് ധർമ്മം അദ്ദേഹത്തെയും കൈവിട്ടില്ല. യുധിഷ്ഠിരന്റെ ജീവിതം ഒരു പാഠമാണ്. ധർമ്മം ജയിക്കും, സത്യം എന്നും നിലനിൽക്കും.